പ്രിയ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ, ഡിസംബർ 6 പല ഓർമ്മപ്പെടുത്തലുകളുടെ ദിവസങ്ങളല്ല, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇവിടെ ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി പാർട്ടി ആചരിക്കുമ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ B.R. അംബേദ്കർ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം തനത് രാജ്യത്തിന്റെ ഭരണഘടന രൂപകൽപ്പന ചെയ്യുന്നതിൽ തന്റെ അനുഭവ സമ്പത്തും തന്റെ ജീവിതത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ജാതി വ്യവസ്ഥതയും ആ വ്യവസ്ഥതയിൽ ഉൾക്കൊണ്ട ഒരു ഉരുക്കു മനുഷ്യനാണ് ഡോക്ടർ B.R. അംബേദ്കർ. അംബേദ്കറിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെട്ടത്. നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആകുന്ന ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും, അത് ഇവിടുത്തെ സവർണ ജാതീയ ബ്രാഹ്മണീയ വ്യവസ്ഥകൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ജനങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അത് ലിംഗവ്യത്യാസമില്ലാതെ, ജാതി വ്യവസ്ഥതയില്ലാതെ, അതിന്റെ ഇന്ത്യയുടെ മുഴുവൻ ആനുകൂല്യത്തിലും സാമൂഹ്യ ജനാധിപത്യം കിട്ടേണ്ട അവകാശങ്ങൾ മുഴുവൻ ഭരണഘടന അധിഷ്ഠിതമായി കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി രൂപപ്പെട്ടതാണ് നമ്മുടെ ഭരണഘടന. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ മതേതരത്വ രാജ്യമായതുകൊണ്ട്, അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട്, അങ്ങനെ ഭരണഘടനയിലുള്ളതുകൊണ്ട് 1947 മുതൽ രാജ്യത്തെ മതസ്വാതന്ത്ര്യവും നിലനിൽക്കണം. ആ മതസ്വാതന്ത്ര്യം നിലനിൽക്കെ തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1992 ഡിസംബർ മാസം 6-ാം തീയതി, അന്ന് അംബേദ്കറെ ഓർക്കേണ്ട ദിവസമാണെങ്കിൽ പോലും അന്ന് ബാബറി മസ്ജിദ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ല. മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ഒരു ആരാധനാലയമാണ് എന്ന് ഒറ്റ വാക്കിൽ പറയാം. പക്ഷെ ഇന്ത്യയുടെ മതേതരത്വം, ആ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രതീകാത്മകമായ ഒരു മകുടമായിരുന്നു ബാബറി മസ്ജിദ്. വളരെയേറെ പഴക്കം, 450 വർഷത്തിലധികം പഴക്കമുണ്ട്. അതാണ് 1-2 ദിവസങ്ങൾ കൊണ്ട് അടിച്ചു പൊളിച്ച് തകർക്കുന്ന, ജനാധിപത്യം മതേതരത്വം തകർക്കുന്ന, ഭീകരത താണ്ഡവമാടുന്ന, ഫാസിസത്തെ അങ്ങേയറ്റം അല്ലെങ്കിൽ തോളിലേറ്റുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു തുടക്കമാണ്. ഈ ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ ഇതുകൊണ്ട് അവസാനിക്കില്ല, ഞങ്ങളുടെ ആഘോഷങ്ങളുടെ ആരംഭിക്കുകയാണ്. RSSന്റെ സൈദ്ധാന്തികനായിട്ടുള്ള നേതാവ് മോഹൻ ഭഗത് പറഞ്ഞത്, എന്നും ഇങ്ങനെ ശിവലിംഗങ്ങൾ അന്വേഷിച്ച് നടന്നാ മതിയോ? ഇത് പറഞ്ഞു തീർന്ന് 2.5 വർഷം പൂർത്തിയാകുമ്പോൾ പ്രവർത്തകർ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ സർവ ആരാധനാലയങ്ങളുടെയും കീഴില് ശിവലിംഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ പള്ളികൾ മാറി, ക്രൈസ്തവ പള്ളികളിലേക്ക് മാറി, മുസ്ലിം വീടുകൾ മാറി, മുസ്ലിങ്ങളല്ലാത്ത ആളുകളിലേക്ക് മുഴുവൻ ഇത് ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ആരാധന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിനുള്ള നിയമം, ആ നിയമം നിലനിൽക്കെ കോടതികളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഹർജികൾ, ആര് എന്തിനെ കുറിച്ച് ഹർജി കൊടുത്താലും അത് വളരെ അതിവേഗം, ഒരു കാർഡിയോളജി
ഹാർട്ട് അറ്റാക്ക് വന്നൊരു മനുഷ്യന് ചികിത്സ കൊടുക്കുന്നത് പോലെയാണ് ഇന്ന് കോടതികളിൽ ഹർജികൾ പരിഗണിക്കുന്നത്. അതിവേഗം തീർപ്പാക്കണം. കാരണം എവിടെയാണ് ശിവലിംഗം ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. ആ ശിവലിംഗം കണ്ടുപിടിച്ചാൽ മാത്രമാണ് ഇന്ന് നമുക്കറിയാം ബാബറി മസ്ജിദിനെ കുറിച്ചൊക്കെ വിധി പറഞ്ഞതിൽ അവസാന ഘട്ടത്തിൽ പറഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞുപോയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ട്. ഞാനത് ചില വാചകങ്ങൾ പറയുമ്പോൾ ചില കോടതി ലക്ഷ്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനത് വിട്ടുപോകുക. കാരണം ഇവിടെ അദ്ദേഹം പറഞ്ഞതും അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ചന്ദ്രചൂഡ് ജെന്റിൽമാൻ, ഇന്ത്യയുടെ ഭരണഘടന അതനുസരിച്ച് നടപ്പാക്കുന്ന ഒരാളാണ്. പക്ഷെ അത് പൂച്ചയാണ് അല്ലെങ്കിൽ ഒരു നാടകമാണ് എന്ന് പിന്നീടാണ് നമുക്കൊക്കെ മനസ്സിലായത്. ഇവിടെ വരുന്ന ഞാൻ പറഞ്ഞത് കോടതികളിലേക്ക് വരുമ്പോൾ അത് ശിവലിംഗം അന്വേഷിച്ച് എത്ര കാലം പോകണമെന്നുള്ളതല്ല, എത്രയും വേഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബാബറി മസ്ജിദ് അതിന്റെ അടിയിൽ ശിവലിംഗം ഇപ്പോഴും തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ അത് കോടതി വിധി വന്നു, അത് അംഗീകരിച്ചു. പക്ഷെ ആ വിധിയിലുണ്ടായിരുന്ന വിചിത്രമായ വിധി, ആ വിധിയാണ് ഇന്ന് ഇതുപോലെയുള്ള കയ്യേറ്റങ്ങൾ, മതേതരത്വം നശിപ്പിക്കുന്ന, അതിനേക്കാൾ ഉപരി പറഞ്ഞാൽ സമാധാനം തകർക്കാൻ കുഴിയെടുക്കുകയാണ് ഇന്ന് BJPയും RSSും ഇന്ത്യയിൽ. കാരണം ആര് മിണ്ടിയാലും അവിടെ അപ്പം പോയി കുഴിയെടുക്കും. ആ കുഴിയെടുക്കലോടുകൂടി രാജ്യത്തെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമാധാനം തകരുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോ നമുക്കറിയാം, ഇപ്പോ പുതിയ ഭരണഘടനയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ് ഇന്ത്യ മതേതരത്വ രാജ്യമാണ്. ആ വാക്ക് ഭരണഘടന ആമുഖത്തിൽ നിന്ന് എടുത്തു മാറ്റണമെന്നാണ് ഇന്ന് വർഗീയ രാഷ്ട്രീയ നേതൃത്വം ആവശ്യപ്പെടുന്നത്. കാരണം അത് മാറ്റിയാലാണ്, എന്തായാലും സുപ്രീം കോടതി അതിനൊരു തീരുമാനം പറഞ്ഞു, അത് തള്ളിക്കളഞ്ഞു. രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആരാധനാലയങ്ങൾ ഏത് സ്ഥിതിയിലായിരുന്നോ ആ രീതിയിൽ നിലനിർത്തണമെന്നാണ് 1991 പുനരാവിഷ്കാര നിയമത്തിൽ പറയുന്നത്. പക്ഷെ നിയമങ്ങൾ ഉണ്ടെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താനാണ് BJPക്ക് താല്പര്യം. BJPയുടെ അജണ്ട നമുക്കറിയാം. BJPയുടെ അജണ്ട തന്നെ അല്ലെങ്കിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളത് രാജ്യത്തെ വിഭജിച്ചുകൊണ്ടാണ്, ഭരണഘടനയെ വിഭജിച്ചുകൊണ്ടാണ്, ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ആളുകളെ വിഭജിച്ചുകൊണ്ടാണ്. അവിടെ ഈ രീതിയിലുള്ള ഭരണ സംവിധാനമായി പോകുമ്പോൾ തങ്ങളാൽ പറയുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ബ്രാഹ്മണീയ സംവിധാനം അത് ജാതീയതയുടെ പേരിൽ നിലനിർത്താൻ, ആ ജാതീയതയിൽ ന്യൂനപക്ഷങ്ങളായി വരുന്ന, ന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ഈ 27% വരുന്ന മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ, അവരുടെ ആരാധനാലയങ്ങൾ സർവ്വതും ഇപ്പൊ പുതിയതായി കൊണ്ടുവരുന്ന എന്താ, വഖഫ് ബോർഡ് ഭേദഗതി നിയമം. വഖഫ് ബോർഡ് ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പിലാകുമ്പോൾ ഏറ്റവും കേരളത്തിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും. കാരണം വഖഫ് ബോർഡിന്റെ ഏറ്റവും കൂടുതൽ ഭൂമി കയ്യേറിയിട്ടുള്ളതും അവിടെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളതും അവിടെ ഹോട്ടലുകൾ കെട്ടിയിട്ടുള്ളതും അവിടെ ബാറുകൾ ഉണ്ടാക്കിയിട്ടുള്ളതും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് വഖഫ് ബോർഡിന്റെ പേരിൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ല? കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങൾക്ക് വേണ്ടി VD സതീശനാണ് പറയുന്നത്, കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ആത്മീയ നേതാവ് പാണക്കാട് തങ്ങളാണ്. എനിക്ക് വലിയ സംശയമുണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ പല വിഭാഗത്തിലുള്ളവരുണ്ട്, അതിൽ തന്നെ മത നേതാക്കന്മാരുണ്ട്, അത് സാമ്രാജ്യത്വമായി കൊണ്ടു നടക്കുന്ന മത നേതാക്കന്മാരുണ്ട്. ഇവരാരും
ഒന്നും പറയില്ല എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. വളരെ ആശ്ചര്യമാണ്. അവൻ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനം, വഖഫ് നിയമം നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് ചില സൗകര്യങ്ങൾ ഉള്ളത് കിട്ടുന്നത് നഷ്ടപ്പെടും, അതിൽ സർക്കാർ ഇടപെടണ്ട, അത് ഞങ്ങളുടെ കയ്യിലിരുന്നോളും. ഇന്ത്യയില് റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖഫ് ബോർഡിന്റെ കയ്യിലാണ്. ഈ വഖഫ് ബോർഡിന്റെ കയ്യിലുള്ള ഭൂമി എന്താവശ്യത്തിന് കൊടുത്തോ ആ ആവശ്യം, അല്ലാതെ വകുപ്പ് മാറ്റി ചെലവ് ചെയ്യുകയല്ലോ, ആ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് പകരം പല ആളുകൾക്കും ഇഷ്ടം പോലെ കൊടുത്തു. പലരും മാറിക്കൊടുത്തിട്ടില്ല. ഏറ്റവും കേരളത്തിൽ പ്രമാദമായിട്ട് നിൽക്കുന്നത് കൊച്ചി മുനമ്പം, വൈപ്പിൻ മുനമ്പമാണ്. അവിടെ വീടുകാരെ സംബന്ധിച്ച് സമരം ചെയ്യുന്നവരെ കുറിച്ച് പറയുമ്പോ അത് കയ്യേറി റിസോർട്ടുകൾ പണിതിട്ടുള്ള, ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകൾ പണിതിട്ടുള്ള വൻകിട കോർപ്പറേറ്റുകളെ കുറിച്ച് ഒരക്ഷരം ഇവിടെ വി.ഡി. സതീശൻ പറഞ്ഞിട്ടില്ല, പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കുന്ന ആളാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹവും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് പറഞ്ഞിരിക്കുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സഹായവും കിട്ടിയില്ലെങ്കിലും ഞങ്ങള് 2000-ലധികം കോടി വരുന്ന പണം മുടക്കി പ്രോജക്റ്റ് മുഴുവൻ നടപ്പിലാക്കും. പറയുന്നത് CPM-ന്റെ നേതാവ് ഗോവിന്ദനാന്ന് ഓർക്കണം. എന്തെങ്കിലും പറഞ്ഞത് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ദുരന്തങ്ങളെ ആഘോഷമാക്കുന്ന, ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അത് പിണറായിയുടെ ഗവൺമെന്റാണ്. ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ ഓരോ സമയത്തും ദുരന്തങ്ങളിൽ ആളുകൾ കൊടുക്കുന്ന പിരിവ്, പിച്ചക്കാശ്, ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് പെൻഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊടുക്കുന്നത്. അപ്പോഴാണ് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നത്. ആ ഗോവിന്ദൻ മാഷാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ തന്നില്ലെങ്കിലും വേണ്ടിയില്ല, ഞങ്ങൾ പദ്ധതി നടപ്പാക്കും. ഇപ്പൊ നമുക്കറിയാം സാധനങ്ങളുടെ വില, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ ഇവിടെ വഖഫ് ബോർഡ് അത് നിയന്ത്രിക്കുന്നത് ഇന്ന് കേരളത്തിൽ CPM ആണ്. CPM-ന്റെ പ്രതിനിധിയാണ് വഖഫ് ബോർഡ് ചെയർമാൻ. എന്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഭൂമികളും, വഖഫ് ഭൂമികൾ കയ്യേറിയിട്ടുള്ളത് തിരിച്ചു പിടിക്കുന്നതിന്, അത് ആരുമാകട്ടെ, അത് തിരിച്ചു പിടിക്കുന്നതിനുള്ള തന്റെ ഇടം കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? മാനുഷിക പരിഗണനയൊക്കെ കൊടുക്കുന്നത് ഗവൺമെന്റാണ് കൊടുക്കേണ്ടത്, അല്ലാതെ അത് ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളല്ലല്ലോ കൊടുക്കേണ്ടത്. എന്നെയോ നിങ്ങളെയോ കുറച്ച് ഭൂമിയോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ സ്ഥാപനങ്ങളോ ഒക്കെ നടത്തിപ്പിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത്. കേരളത്തിൽ കുഴപ്പമില്ല, തമിഴ്നാട്ടിൽ വലിയ പ്രശ്നമില്ല, കർണാടകയിലും പ്രശ്നമില്ല. പക്ഷെ നോർത്ത് ഈസ്റ്റിലും നോർത്തിലേക്കും ഒക്കെ പോയാൽ, വടക്കേ ഇന്ത്യയിലേക്ക് പോയാൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് അറിയാവുന്ന ആളുകൾ ഇന്ത്യയിലെ വഖഫ് ഭൂമി, അതിന്റെ സ്വത്ത്, അതിന്റെ നിർമ്മാണ മേഖലകൾ അത് എന്തിനു വേണ്ടി സ്ഥാപിച്ചോ ആ ഉദ്ദേശത്തോടു കൂടിയാണ് അത് നടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് 12,000 കോടി രൂപ വഖഫ് ബോർഡിന്റെ ഭൂമിയും വഖഫ് ബോർഡിന്റെ സ്ഥാപനങ്ങളുമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ അതിന് വാർഷിക വരുമാനം 12,000 കോടി രൂപ വരുമാനമുണ്ട്. പക്ഷെ നടത്തിപ്പുകാരുടെ കുഴപ്പം കൊണ്ട് അത് 126 കോടി രൂപയേ ഉള്ളൂ വരുമാനം. അപ്പൊ 12,000 കോടി രൂപ വരുമാനം ഉണ്ടാക്കാവുന്ന സംവിധാനത്തിൽ നിന്ന് 126 കോടി ആയത് ആരുടെ കുഴപ്പമാണ്? വഖഫ് ബോർഡ് നടത്തിപ്പുകാരുടെ കുഴപ്പം, അതാണ് ഗവൺമെന്റുകളുടെ കുഴപ്പം. ഇവിടെ ഈ വഖഫ് ബോർഡ് നല്ല രീതിയിൽ പോയാൽ, ഈ 12,000 കോടി രൂപ വാർഷികമായി ഉണ്ടാക്കിയാൽ
ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും പ്രശ്നങ്ങൾ അവരെ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആ പണം മതി. അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, മതവിദ്യാഭ്യാസം കൊടുക്കാൻ, ആരോഗ്യം സംരക്ഷിക്കാൻ, പട്ടിണി മാറ്റാൻ, ഭവനമില്ലാത്തവർക്ക് ഭവനം വെച്ചു കൊടുക്കാൻ എന്ന് വേണ്ട ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കി കൊടുക്കാൻ വഖഫ് ബോർഡ് മാത്രം വിചാരിച്ചാൽ മതി. പക്ഷെ ഇന്ന് വഖഫ് ബോർഡിന്റെ അവസ്ഥ എന്താ? കണ്ട പൊട്ടന്റെയും ചട്ടന്റെയും ചെട്ടിയുടെയും ഒക്കെ കയ്യിലാ. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുന്നില്ല. ഇപ്പൊ കൊണ്ടുവരുന്നത് മദ്രസ സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ നമുക്കറിയാം. കേരളത്തിലെ മദ്രസയിലേക്ക് 24 മണിക്കൂറിൽ 2 മണിക്കൂറേ മദ്രസകൾ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ള എന്റെ അറിവ്. ബാക്കി 22 മണിക്കൂർ അടച്ചിടുക. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ലല്ലോ. മറ്റു സംസ്ഥാനങ്ങളിലെ ഇതര സമുദായങ്ങൾ വിദ്യാഭ്യാസം നേടുന്നത് മദ്രസകൾ വഴിയാണ്. കാരണം അവിടെ ഇംഗ്ലീഷും കണക്കും മലയാളം അല്ലെങ്കിൽ അവരുടെ ഭാഷയൊക്കെ പഠിക്കുന്നത് അറബി പഠിപ്പിക്കുന്നതോടൊപ്പമല്ല. ഇവിടെ നമ്മുടെ BJPയുടെ ദേശീയ ഉപാധ്യക്ഷനുണ്ടല്ലോ, AP അബ്ദുള്ള കുട്ടി, ഭയങ്കര മുസ്ലിം പണ്ഡിതനാണെന്നാണ് എനിക്കിപ്പോ മനസ്സിലായത്. കാരണം അദ്ദേഹം, ഞാനിവരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ അറബിയൊക്കെ പറയുമ്പോൾ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് തരണം. പക്ഷെ പുള്ളി മുഴുവനായിട്ടും ഈ കാര്യങ്ങള് മലയാളത്തിൽ പറഞ്ഞു തരുന്ന ഒരാളാണ്. നമുക്കറിയാം, ചാനൽ ചർച്ചയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് മാത്രമേ പറയാനുള്ളൂ. നോർത്ത് ഇന്ത്യയിൽ വരുന്നവർ മുഴുവൻ വിദ്യാഭ്യാസം നേടുന്നത് മദ്രസയിലാണ്. അത് മതവിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ, ഭൗതിക വിദ്യാഭ്യാസമില്ല, ആത്മീയ വിദ്യാഭ്യാസം ഉള്ളൂ. ഞങ്ങൾ അവരുടെ വീട്ടിലൊക്കെ പണിക്ക് വരുന്ന ആളുകള് ഭായിമാര് പണി നിർത്തും, എന്നിട്ട് പറയുന്ന പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഇനി അവിടെ പോയി കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ മലയാളികൾക്ക് അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പോയി ചെയ്യാം. അവർക്കതേ അറിയൂ. ഞാനതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇങ്ങനെ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലേക്ക് ചില ആളുകൾ മാറിയിട്ടുണ്ട്. സത്യം പറയാൻ ചില ആളുകൾ, എന്തിനാണ് അബ്ദുള്ള കുട്ടി BJPയിൽ തുടരുന്നത്? എന്തിനാണ് നിലനിൽക്കുന്നത്? ഇനി പരീക്ഷിക്കാനൊന്നുമില്ലല്ലോ. CPM-മാര് വളർത്തി, കോൺഗ്രസ്സുകാർ വളർത്തി, BJPയിൽ പോയി. പക്ഷെ അവർ വളർത്തുന്നില്ല, അവരിപ്പോ തളർത്തിക്കൊണ്ടിരിക്കുക. അവർ വളർത്തില്ല, കാരണം അവർക്ക് ആവശ്യം വേണ്ട ആളുകളെ വേറെ എവിടെയുണ്ട്. ഞാൻ പറഞ്ഞത് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ആ ഉത്തരവിൽ പറഞ്ഞെന്താ? കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കൊടുക്കുന്നു, സംസ്ഥാനങ്ങളിൽ നിന്ന് ഫണ്ട് കൊടുക്കുന്നു. ഞാൻ പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടുത്തെ മുസ്ലിം മത മേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടികളെ നിയന്ത്രിക്കുന്ന മുസ്ലിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുഴുവൻ കൊണ്ടു നടക്കുന്ന ആത്മീയ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്തുകൊണ്ട് ഇതിൽ മൗനം പാലിക്കുന്നു? കേരളത്തിലെ ഏത് മദ്രസ അധ്യാപകരാണ് സർക്കാർ ശമ്പളം കൊടുക്കുന്നത്? ആർക്കാണ് പെൻഷൻ കൊടുക്കുന്നത്? ആർക്കും കൊടുക്കുന്നില്ല. ഒരു മതാധ്യാപകൻ എന്നുള്ള നിലയിൽ അയാൾ എടുക്കുന്ന ജോലി, ആ തൊഴിലിനാണ് ഇവിടെ ലേബർ ഡിപ്പാർട്ട്മെന്റ്. ആ ലേബർ ഡിപ്പാർട്ട്മെന്റാണ് ക്ഷേമനിധി ബോർഡ് കൈകാര്യം ചെയ്യുന്നത്. ആ ക്ഷേമനിധി ബോർഡിലേക്കാണ് ഈ മതാധ്യാപകൻ പണമടയ്ക്കുന്നത്. അതിന്റെ വിഹിതമാണ് ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ ഇവിടുത്തെ ലീഗ് ഉൾപ്പെടെ മറ്റ് മുസ്ലിം നേതാക്കന്മാരായിട്ടുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്നത് എന്താ? അതെല്ലാം ശരിയാ. എന്ത് ശരി, എന്ത് തെറ്റ്? ഇവിടെ ഇങ്ങനെ കേരളത്തിലെ ആരാധനാലയങ്ങൾ, രാജ്യത്തെ പല ആരാധനാലയങ്ങളും എതിർക്കുമ്പോൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് സർവേക്ക് വരുമ്പോൾ അതിനെ എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, സമരം ചെയ്യുന്നവർ രാജ്യത്ത് ഒരുപിടി നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി BJP, RSS വളരെയേറെ പ്രയത്നിക്കുന്നു. പക്ഷേ ഇതിനെന്തുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെന്ന് അവകാശപ്പെടുന്നവർ SDPയുടെ മാത്രം പണി, SDP മാത്രമേ അന്നും പറയുന്നുള്ളൂ, ഇന്നും പറയുന്നുള്ളൂ. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോഴും പറഞ്ഞെന്താ? അന്ന് ഇവിടുത്തെ പല നേതാക്കന്മാരും അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മുസ്ലിം ലീഗ് അന്ന് പറഞ്ഞെന്താ? ഇത് കുഴപ്പമില്ല, ഇത് ഒരെണ്ണേ ഉള്ളൂ, ഇനി ഉണ്ടാവില്ല. അത് കഴിഞ്ഞപ്പോ ഒന്ന് മാറി, ഡസൻ കണക്കിനായി.
ഡസൻ കണക്കിന് കഴിഞ്ഞപ്പോ ദിവസവുമായി. അതിന്റെ പേരിലാണല്ലോ രാജ്യത്ത് ബുൾഡോസർ. സൗത്ത് ഇന്ത്യയില് ഈ ബുൾഡോസർ രാജു വഴി 1.5 ലക്ഷം വീടാണ് മുസ്ലിങ്ങളുടെ വീട് പൊളിച്ചിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കുമ്പോ, കോടതി വ്യവസ്ഥകളുള്ളപ്പോ, പോലീസ് ഉള്ളപ്പോ, പട്ടാളം ഉള്ളപ്പോ, കേന്ദ്രത്തിലെ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് 1.5 ലക്ഷം മുസ്ലിങ്ങളുടെ വീടാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പൊളിച്ചു നീക്കിയത് ബുൾഡോസർ രാജ്. ആർക്കും ഒരു വിഷമവും ഇല്ല. അവനവന്റെ വീട്ടിൽ വന്ന് കയറുമ്പോഴായിരിക്കും ഇത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുക. എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ, ദളിതുകളെ ഇപ്പൊ ഡെയിലി ബലാത്സംഗം ചെയ്യുന്നു, തല്ലിക്കൊല്ലുന്നു, ചുട്ടുകൊല്ലുന്നു, കുഴിച്ചു മൂടുന്നു. അതിന്റെ വാർത്തെടുക്കാൻ പോകുമ്പോ അവരെ പ്രതികളാക്കുന്നു, അവർ തീവ്രവാദികളാക്കുന്നു. ചില അന്വേഷണ ഏജൻസികളെ തന്നെ ഇപ്പൊ എന്തിനാ കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷാ എടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് വരും. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യണം, അവരെയൊക്കെ തടങ്കലിടണം, അവർക്കൊന്നും ജാമ്യം എടുക്കാൻ പാടില്ല. ഇത് ഇന്ത്യ രാജ്യത്ത് നടപ്പാകുക. ഇവിടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രസക്തി. ആ പ്രസക്തി ഉള്ളപ്പോൾ തന്നെ അത് വേണ്ട രീതിയിൽ പ്രയോഗിക്കാത്തത് കൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ഇന്ത്യയിലെ ആരാധനാലയങ്ങൾക്ക് മേൽ വർദ്ധിച്ചു വരുന്ന അവകാശം. അപ്പൊ ഏത് പള്ളി കണ്ടാലും ഇത് പണ്ട് ശിവലിംഗം ഉണ്ടായിരുന്ന അമ്പലമാണ്, അമ്പലത്തിന്റെ ഭാഗമാണ്. അതല്ലെങ്കിൽ പള്ളി കണ്ടാലും, ക്രിസ്ത്യൻ പള്ളി കണ്ടാലും ഇത് തന്നെയാണ്. ഈ വർദ്ധിച്ചു വരുന്ന അവകാശ വാദം രാജ്യത്തിന്റെ ഭാവി തകർക്കും. കാരണം ആളുകൾ ഭയശങ്കയിലാണ്. ഓരോ ദിവസം അതിന്റെ പേരിൽ വെടിവെപ്പുകൾ നടക്കില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ല UP-യില്, അത് ഞായറാഴ്ച ദിവസമാണ് സർവേ നടത്താൻ വരുന്നത്. സൺഡേ ഹോളിഡേ എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ ഞായറാഴ്ച രാവിലെ സർവേ നടത്തണം. അവിടെ താമസിക്കുന്നവർക്ക് അറിയില്ല, ആ പള്ളി കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയില്ല, അതിന്റെ പരിസര പ്രദേശങ്ങൾക്കുള്ളവർക്ക് അറിയില്ല. നമ്മുടെ നാട്ടിലെന്താ, ഒരു ഭൂമി അളക്കുന്നുണ്ടെങ്കിൽ അത് സർവേയർ വരുന്നുണ്ടെങ്കിൽ എന്താ സ്ഥിതി? 4 അതിർത്തിയിലുമുള്ളവർക്ക് നോട്ടീസ് കൊടുക്കും, അവരെ ഉറപ്പാക്കിയിട്ടാണ് സർവേയർ അത് അളക്കുക. പക്ഷെ ഇവിടെ എന്താണ്, ആരും അറിയരുത്. എതിർക്കാൻ വരുന്നവരെ വെടിവെച്ച് കൊല്ലാൻ പോലീസ് ഉണ്ടാവും. പോലീസ് ആരെയും ഇന്ന് ഏത് രീതിയിലും ആക്രമിക്കുകയും കൊല ചെയ്യുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. അതിപ്പോ നോർത്തിൽ മാത്രമല്ല, നമ്മളിവിടെ കേരളത്തിൽ കണ്ടതല്ലേ. അജിത് കുമാർ ADGP IPS, അദ്ദേഹത്തിന്റെ ജോലി എന്താ? ഇപ്പൊ ക്രമസമാധാന പാലനത്തിൽ നിന്ന് മാറ്റി. ക്രമസമാധാനം മാറ്റിയെങ്കിലും അദ്ദേഹം പവർഫുൾ ആണ്. അദ്ദേഹത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്നാണ് മുഖ്യമന്ത്രിയുടെ താല്പര്യം. അതെന്താണ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ താല്പര്യം? അത് ചില ഡീൽ RSSഉം BJPയും CPM-ഉം തമ്മിലുള്ള ചില ഡീലുകളുണ്ട്. ആ ഡീലുകൾ നടപ്പാകണമെങ്കിൽ ഒരു നൂൽപാലം വേണം. ആ നൂൽപാലത്തിന് കേരളത്തിലെ IPS-കാരെയും IAS-കാരെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിലൊന്നാണ് അജിത് കുമാർ. മുമ്പുള്ളവരെയൊക്കെ നമുക്കറിയാലോ. മുമ്പത്തെ DGP, DGP-മാർ, DGP-മാർ ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? രാഷ്ട്രീയ സാഹചര്യത്തോടെ ചേർന്ന് നിൽക്കുന്നത്. കാരണം എന്തുകൊണ്ട്? പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രക്ഷപ്പെടണം. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസ്, ആ കേസാണല്ലോ ലാവ്ലിൻ കേസ്. ഇന്ത്യ രാജ്യത്ത് നിരദ്രവ്യം ഉൾപ്പെടെ അടിച്ചു മാറ്റിയ ഒരു ഭരണാധികാരി, നിരദ്രവ്യം, കളവല്ല, ഒരു കൊട്ടേഷൻ വെക്കുമ്പോൾ നമ്മൾ നിരദ്രവ്യം വെക്കും. ആ നിരദ്രവ്യം കൂടി അടിച്ചു മാറ്റിയ ഒരു ഭരണാധികാരിയാ പിണറായി വിജയൻ. ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കള്ളന്മാരും കൊള്ളക്കാരും എങ്ങനെ തട്ടിപ്പ് പഠിക്കണമെന്ന് പിണറായി വിജയന് വെറ്റിലെ അടയ്ക്കുകയും വെച്ച് ദക്ഷിണം എടുത്ത് കാല് പിടിച്ചാൽ പറഞ്ഞു തരും. അദ്ദേഹമാണ് ഇന്ന് പറയുന്നത് എന്റെ മടിയിലില്ല, പോക്കറ്റിലില്ല, കയ്യിലില്ല, ഒന്നുമില്ല. പക്ഷേ ആ പിണറായി വിജയൻ തന്റെ വ്യക്തിപരമായ അഴിമതി തെളിയിക്കപ്പെട്ടാൽ കോടതി ശിക്ഷിക്കാതിരിക്കാൻ, അതിനുവേണ്ട സൗകര്യങ്ങൾ കിട്ടാൻ
BJPയും RSSുമായി ഡീൽ വെക്കുന്നത് ഇവിടുത്തെ IPSകാരും IASകാരും തമ്മിലാണ്. ആ ഡീലാണ് തൃശ്ശൂര് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുത്തത്. ആ ഡീലാണ് പാലക്കാട് നമ്മൾ പൊളിച്ചു കൊടുത്തത്. പാലക്കാട് CPMന്റെ സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം ഒരു വിധത്തിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അവിടെ BJP ജയിക്കട്ടെ, ജയിക്കാനുള്ള സൗകര്യമാണ് CPM പ്രവർത്തകർ ചെയ്യേണ്ടത്. പക്ഷേ അവിടെ ഇടതുപക്ഷത്തേക്ക് വന്നയാൾക്ക് സീറ്റ് കൊടുത്തു. ആ സീറ്റ് അതിന് ജയിക്കാത്തതിന്റെ കാരണമൊക്കെ നമുക്കറിയാം. വഴിയെ പോണ ആളുകൾക്ക് സീറ്റ് കൊടുക്കാനാണോ CPM ഇരിക്കുന്നത്? ഇത്രയുള്ള കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ കേഡർ പാർട്ടിയാണ്. മാനവികത മുഖം മുദ്രാവാക്യവുമായി പാർട്ടി ഇന്ത്യ രാജ്യത്ത് കടന്നു വന്നതാ. ആ പാർട്ടി എവിടെ നിൽക്കുന്നത്? അപ്പൊ അഴിമതി നടത്താൻ, സ്വജനപക്ഷപാതം നടത്താൻ, വർഗീയത നടത്താൻ, വർഗീയതയെ പ്രേരിപ്പിക്കാൻ, അത് പോഷക ഗുണം കൊടുത്ത് വളർത്താൻ ഏറ്റവും മിടുക്കനായ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നെ ഇപ്പൊ കോൺഗ്രസ് പുതിയ തന്ത്രം പറയുന്നത് എന്താ? ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത. ന്യൂനപക്ഷ വർഗീയതയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, ഭൂരിപക്ഷ വർഗീയതയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. പക്ഷേ ഭൂരിപക്ഷ വർഗീയതയുമായുള്ള RSSുമായി കോൺഗ്രസിന്റെ നല്ല UDFന്റെ പല നേതാക്കന്മാർക്കും ബന്ധമില്ലേ? ഇവിടെ ഡീല് നടക്കുന്നില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലും ഇപ്പൊ തുടങ്ങിയില്ലേ? RSSന്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും പ്രവർത്തനങ്ങൾ കേരളത്തിൽ വ്യാപകമാക്കുന്നതിൽ, അവർക്ക് ജനപ്രതിനിധികൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അതിന് കൊട്ടേഷൻ എടുത്തിരിക്കുന്ന ആളാണ് പിണറായി വിജയൻ. ഇവിടെ ഈ രീതിയിൽ മുൻപോട്ട് പോകുമ്പോ കേരളത്തിലെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആരാധനാലയങ്ങളുടെ മേൽ വർദ്ധിച്ചു വരുന്ന അവകാശവാദം രാജ്യത്തിന്റെ ഭാവിയെ തകർക്കുമെന്നും അതിന്റെ സമാധാനം തകർക്കുമെന്നും അവകാശങ്ങളുടെ പേരിൽ കുഴിയെടുപ്പിക്കൽ അവസാനിപ്പിക്കാൻ പിണറായി വിജയനും നരേന്ദ്രമോദിയും മോഹൻ ഭഗത്തുമൊക്കെ അതിന് തയ്യാറാവണം. കാരണം ഒരു പ്രദേശത്ത് ഒരു ആരാധനാലയം വർഷങ്ങളായി ആരാധിച്ചുകൊണ്ടിരുന്ന ആരാധനാലയങ്ങൾ നാളെ ഒരു പ്രത്യേക അവകാശമായി വന്ന് അവിടെ ഒരു കൊടിയും നാട്ടി 2 മുദ്രാവാക്യം വിളിക്കും. എന്നിട്ട് പോയി കോടതിയിൽ ഒരു റിട്ട് കൊടുക്കും. അപ്പൊ കോടതി പറയും സ്റ്റാറ്റസ് കോ, അവിടെ ക്രമസമാധാനം ഉണ്ടാകാൻ പാടില്ല, ഒരു പണി അടച്ചുപൂട്ടി അതോടുകൂടി അവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന ഏത് വിഭാഗമായിക്കോട്ടെ അവരുടെ അവസരം നിഷേധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വഖഫ് ഭേദഗതി നിയമം പാസ്സാകുന്നതോടുകൂടി ഇതിപ്പോ പറയുന്നത് അതിപ്പോ പാസ്സായില്ലെന്താ ഞങ്ങൾ പറയുന്നത് അതായി കഴിഞ്ഞാൽ അടുത്ത ചർച്ച ആക്ട് വരും. വഖഫ് ബോർഡ് നിയമ ഭേദഗതി പാസ്സാകുന്നതോടുകൂടി ഞാനുൾപ്പെടെ പ്രധാനം ചെയ്യുന്ന സമുദായത്തിന്റെ അവിടെ ചർച്ച ആക്ട് വരും. ആ ചർച്ച ആക്ട് വരുമ്പോൾ എന്താ സ്ഥിതി? ഞങ്ങളുടെ അച്ഛന്മാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ചിലപ്പോ BJPക്കാരായിരിക്കും, അല്ലെങ്കിൽ RSSകാരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കമ്മിറ്റി ആയിരിക്കും. നിങ്ങള് ഈ ഭരണഘടന വഖഫ് ബോർഡ് ഭേദഗതി നിയമം ഒന്ന് വായിച്ചു നോക്കണം. ഇപ്പൊ വ്യാപകമായി കിട്ടും, അതല്ലെങ്കിൽ അത് നെറ്റിൽ നിന്നെടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതിലേതാണ്ട് 60ഓളം പറയുന്ന ഭേദഗതി. ആ ഭേദഗതിയിൽ 1-2 ഞാൻ പറയാം. ഒന്ന്, ഇപ്പോ ഇവിടുത്തെ മുസ്ലിം പള്ളിയിൽ ആ കമ്മിറ്റി ശബരിമല തന്ത്രിനെ ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? തന്ത്രിയും കൂടി ഉണ്ടാവണം, അല്ലെങ്കിൽ ഹിന്ദു മത പുരോഹിതരും ഈ നടത്തിപ്പിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രവർത്തനം? ഇനി മതമില്ലാത്ത ആളുകൾ ഉണ്ടാവണം. നേരത്തെ ജനപ്രതിനിധികൾ MLA-മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമായിരുന്നു, MP-മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമായിരുന്നു. പക്ഷെ ഇപ്പൊ പറയുന്നത് അത് മുസ്ലിങ്ങളാകണമെന്നില്ല, അതാത് സംസ്ഥാനത്തൊന്നും ആകുന്നില്ല. പള്ളി കമ്മിറ്റികളിൽ ഭേദഗതി നടത്തുമ്പോൾ 2 പേരെ ഗവൺമെന്റ് നിശ്ചയിക്കുന്നവരായിരിക്കണം. അപ്പോ നിങ്ങളുടെ പള്ളി കമ്മിറ്റിയിൽ 2 RSSകാരാണ് പള്ളി കമ്മിറ്റി നിയന്ത്രിക്കുന്നതെങ്കിൽ വളരെ സന്തോഷമായിരിക്കും അല്ലേ? ഈ രീതിയിലുള്ള ഭേദഗതികളാണ് വന്നുകൊണ്ടിരിക്കുക. ഇനി അതിന് GST, നേർച്ചപ്പണത്തിന് GST അടക്കണം. ഇങ്ങനെ വളരെയേറെ പ്രാകൃതമായ ചില നിയമങ്ങൾ
എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾ ഞങ്ങൾക്ക് അടിയറ വെച്ച് പൊക്കോളുക. ഇനി പൗരത്വവും ഇല്ല. ഇപ്പൊ അത് നടപ്പാക്കുക. ഇപ്പൊ നമുക്കറിയാം, എല്ലാ ഫോമുകളിലും ചോദിക്കുന്നുണ്ട് പൗരത്വം സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടോ. ഇതൊന്നും ചോദിക്കില്ല, വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ SDP സമരം നടത്തി, ഞങ്ങൾ ഹർത്താൽ നടത്തി. അന്ന് വെൽഫെയർ പാർട്ടിയുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ നടത്തിയതാ. അന്ന് ഇവിടെ നിന്ന് മാറി നിന്ന ആളുകൾ പലതും ഇന്ന് ചോദിക്കുന്നുണ്ട് അത് ശരിയാണ് എന്ന്. പ്രിയമുള്ളവരെ, ഇന്ത്യയിലെ ഈ ആരാധനാലയങ്ങൾക്ക് മേൽ വർദ്ധിച്ചു വരുന്ന ഈ അവകാശ വാദങ്ങൾ അവസാനിപ്പിക്കാൻ അതിന് നേതൃത്വം കൊടുക്കുന്നവർ തയ്യാറാകണം. രാജ്യത്തിന്റെ ഭാവി തകർക്കുന്ന ഈ പ്രവർത്തനങ്ങൾ, സമാധാനം തകർക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. ഇപ്പോ ഇന്ത്യയിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് കാവൽക്കാർ ഉറങ്ങാതിരിക്കാൻ വീട്ടുകാർ ഉണർന്നിരിക്കേണ്ട അവസ്ഥയാണ്. നമ്മളെ നോക്കാനാണ് ഇവിടുത്തെ നിയമവും നിയമത്തിന്റെ പരിരക്ഷയിൽ പോലീസും കോടതിയും പട്ടാളവും. പക്ഷേ അവരുറങ്ങുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ മാറി. അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ വീട്ടുകാര് ഉണർന്നിരിക്കേണ്ട ഒരു വിചിത്രമായ ഒരു അവസ്ഥയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഫാസിസ്റ്റ് വിരുദ്ധ ദിനം ഇത് ഇനിയും ഇങ്ങനെ ഒരു എല്ലാ ഡിസംബർ 6 ഒരു നേർച്ച മാതിരി ആവാതെ ഇതിനി ഇത് അവസാനിപ്പിക്കാൻ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് എല്ലാവിധത്തിലുള്ള ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവുകയും ഈ ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ അവകാശങ്ങളും സംരക്ഷിക്കുക. ഒരു ബാബറി മസ്ജിദ് മാത്രമല്ല, അല്ലെങ്കിൽ മറ്റുള്ള ഓരോ വിഭാഗത്തിന്റെയും ആരാധനകളിൽ മാത്രമല്ല, എല്ലാ ആരാധനാലയങ്ങളും ഇവിടെ നിലനിൽക്കണം. എല്ലാ ആരാധനകളും നിലനിൽക്കണം. എല്ലാ വിശ്വാസവും നിലനിൽക്കണം. എല്ലാ വിശ്വാസിക്കും എല്ലാ പാർട്ടിയിലും പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകണം. അല്ലാണ്ട് ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ ഇവിടെ ജാതി വ്യവസ്ഥകൾ, കീഴ്ജാതിക്കാരനും മേൽജാതിക്കാരനും ഈ വ്യവസ്ഥിതി അവസാനിപ്പിക്കാൻ എല്ലാവരും തയ്യാറാകണം. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി. ഇന്ത്യയിൽ ഇന്ന് ജാതി വ്യവസ്ഥ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഞാൻ ഈ കണ്ണൂരൊക്കെ ചെന്നാൽ തീയനാണെങ്കിൽ പോലും തീയന്മാരെ കൂട്ടൂല, SC കാരെ കൂട്ടൂല, പിന്നോക്കക്കാരനെ കൂട്ടൂല. പല രീതിയിലുള്ള ഈ ജാതി വ്യവസ്ഥയെ നിലനിൽക്കുന്നതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇന്ന് BJPയിലേക്ക് പോകുന്നു. ഇതിന്റെ കാരണം ഈ ജാതി വ്യവസ്ഥിതി തന്നെയാണ്. ഇവിടെ ഈ മഹത്തായ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന, എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ഫാസിസ്റ്റ് വിരുദ്ധ ദിനം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.